ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹോമി ക്രാഫ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ക്യാൻഡി ജേർണൽ സീരീസ് തുടങ്ങിയിട്ട് ഇത് പാർട്ട് 2 ആണ്. നമ്മൾ ആദ്യം ജംസിൻ്റെ ക്യാൻഡി ജേർണൽ സീരീസാണ് ചെയ്തത്. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡോണറ്റ് ആണ് ചെയ്യാൻ പോണത്. ഇത് ഒരു 25 രൂപയുള്ള ഒരു ഡോണറ്റ് കേക്കാണ്. ചോക്ലേറ്റ് ഡോണറ്റ് കേക്കാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലത്തെ ഈ ഭാഗം, ഈ ഒരു കളറായിട്ടുള്ള ഭാഗ്യക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എന്തായാലും ഒട്ടിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജംസിൻ്റെ സീരീസ് തുടങ്ങി. നമ്മൾ ജംസ് എന്ന് എഴുതിയപ്പോൾ ആർക്കോൾ സ്കെച്ച് ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിക്കൊക്കെ പരന്നു. ഇനി അവിടെ ജേർണൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അവിടെ കവർ ചെയ്തിട്ട് ജേർണൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പരക്കും. അപ്പോൾ ഇന്ന് ഡോണറ്റ് ജേർണൽ സീരീസാണ് ചെയ്യണത്. അപ്പോൾ മുന്നത്തെ ജംസ് ജേർണൽ സീരീസ് കാണാത്തവർ എന്തായാലും പോയി ചെക്ക് ചെയ്തൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ആ ഡോണറ്റ് ആണ് അതിൽ നിന്ന് മുറിച്ചെടുക്കണത്. ആ കവറിൽ തന്നെ ഒരു ഡോണറ്റ് ഉണ്ടായിരുന്നു. 2 ഡോണറ്റ് ഉണ്ട്, 3 ഡോണറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഡോണറ്റ് ഞാൻ അതിൻ്റെ നടുവാണ് കയറിയത്. അപ്പം ഞാൻ ഓർത്തില്ല, അത് കഴിഞ്ഞിട്ടാണ് ഓർത്തത് ഇനി ഏത് ക്യാൻഡി ജേർണൽ സീരീസ്. അപ്പോഴാണ് ഞാൻ ഈ ഡോണറ്റ് കണ്ടത്. ഇതിന് 25 രൂപയുള്ള നല്ല ലാഭമാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല കിട്ടും. അതും ഡോണറ്റ് കേക്കാണത്. അങ്ങനെ ഞാൻ ആ ഡോണറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ആദ്യം ഞാൻ അതിന് മേലെ ഡോണറ്റ് എഴുതിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആദ്യം ഡോണറ്റ് ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അതിൻ്റെ അടിയിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ തുടച്ചു, അല്ലെങ്കിൽ അത് അതിലാവും, പെജുമാവും. ഞാൻ ഫെവിസ്റ്റിക്കാണ് യൂസ് ചെയ്യണത്, ഗ്ലൂ അല്ല. ഫെവിസ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ആദ്യം ഞാൻ ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് തന്നെ അത് ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത്. 25 രൂപ എന്നൊക്കെ കറക്റ്റ് അതിലുണ്ട്. പക്ഷെ അത് കീറി കൊടുത്ത് അതിന് ഭംഗി പോവും. അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു. കുറച്ച് പ്രസ് ചെയ്തൊക്കെ കൊടുത്തു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ ഒട്ടിച്ച് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ സ്കെച്ച് കൊണ്ട് ഡോണറ്റിന് എഴുതി കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് ചെയ്തിട്ട് ഡോണറ്റ് സ്കെച്ച് കൊണ്ട് അതിൻ്റെ മേലെക്കൂടി വരയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഡയറക്റ്റ് അങ്ങനെ ഡോണറ്റിന് വരച്ചു. ഈ പ്രാവശ്യം ഞാൻ അതിൻ്റെ അടിയിൽ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും വരക്കും. ഇത് നമ്മുടെ ആർക്കോൾ സ്കെച്ച് പെൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഡോണറ്റ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ക്യാൻഡി ജേർണൽ സീരീസൊക്കെ ചെയ്യണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ആരൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഇത് ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. ഇതൊക്കെ ഒരു സുഖം തന്നെയാണ്. കുറച്ച് ദിവസം കാലമൊക്കെ കഴിഞ്ഞ് ഇത് എടുത്ത് നോക്കുമ്പോൾ ഒരു രസം തന്നെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെയ്യാനും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിലത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലുണ്ടാക്കാം. പാറ്റേൺ പേപ്പറും വാഷി ടേപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ നിന്ന് തന്നെ. ഒക്കെ ഈസിയാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ ജേർണൽ സ്റ്റേഷനറി വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ആയിരിക്കും. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം നീക്കി കൊണ്ടുപോയാണ്. അത് കുറച്ച് അധികം വോയിസ് ഓവർ ചെയ്യാണ്ട്, അതാണ്. അപ്പോൾ എന്തായാലും ഈ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മേലത്തെ ഭാഗ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതതിൻ്റെ ഈ ഡോണറ്റിൻ്റെ ഈ 2 സൈഡിൽ ഒട്ടിക്കാൻ വിചാരിച്ചു. എന്താ പറഞ്ഞാൽ അവിടെ ഭയങ്കര ബ്ലാങ്കായി കിടക്കണ പോലെ തോന്നി. അപ്പോൾ ഞാനത് കറക്റ്റായി കട്ട് ചെയ്തിട്ട് അതിനെ ഒട്ടിച്ച് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അടുത്തത് ഏത് ക്യാൻഡി ജേർണൽ സീരീസാണ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താ പറഞ്ഞാൽ നമ്മൾ ഇനിയും ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇടണമായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യേ, അപ്പോഴാണ് എനിക്ക് എന്തൊക്കെ വീഡിയോസ് ഇടണം എന്നൊരു ഐഡിയ വരുള്ളൂ. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ കുറേ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. എന്താ ഞാൻ അത് 2 സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് രണ്ട് സ്റ്റിക്കേഴ്സ് ഞാൻ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കർ തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. രണ്ട് സൈഡിൽ ചെരിച്ചിട്ടൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. ആ ചോക്ലേറ്റ് ഞാൻ ബ്രൗൺ കളർ കൊണ്ടാണ് എഴുതി കൊടുത്തത്. പിന്നെ കുറച്ച് ഹാർട്ടൊക്കെ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ വാശി ടേപ്പ് ഒട്ടിച്ചു കേട്ടോ. വാശി ടേപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഒരു ഫ്ലവർ ആയിട്ടുള്ള ഒരു വാശി ടേപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മേടിച്ചതാണ്. അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് ചെരിച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ കുറച്ച് പശ പോലെ ഇങ്ങനെ ഒട്ടിക്കണമായിരുന്നു. അവിടെ ഞാൻ കവായ് സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് തന്നെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കവായ് സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുത്തത്. കവായ് സ്റ്റിക്കേഴ്സ് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ. എല്ലായിടയിലും കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും നെയിമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടി ഒരു ബോർഡർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 കുത്തൊക്കെ എടുത്തിട്ട് കുറച്ച് വരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫണ്ണാണ്. ഞാൻ ഡോണറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തോട്ടമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു തോട്ടവും ഇല്ല. മൊത്തം ഡോണറ്റിൻ്റെ പിക്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ ഒരു തോട്ട് പോലെ എന്തോ ഉണ്ടായിരുന്നു എഴുതിണ്ടായിരുന്നു. എന്താ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും എഴുതണമല്ലോ, അവിടെ ബ്ലാങ്ക് ആയി എടുക്കാൻ പാടില്ലല്ലോ, നിറഞ്ഞിക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ കുറച്ച് ലീഫ് നമ്മുടെ ഗ്ലിറ്റർ പെൻ കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ബ്ലാങ്കായി നിൽക്കാതെ തന്നെ നമ്മളെല്ലായിടത്തും നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ജനലൊക്കെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിറച്ച് കൊടുക്കുക. അതൊക്കെ എങ്ങനെ പറയേണ്ടത് അറിയില്ല, നിറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ ഒരു പൂത വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജേണൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഹാർട്ടും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോണറ്റ് ജേണൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്ത ജംസിൻ്റെ ജേണൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്ന വരെ ബൈ.